ഹലോ ഗൈസ്, എല്ലാവർക്കും വി ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ എങ്ങനെയാണ് ആ ഒരു ട്രേഡ് എടുത്തതെന്നും ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തതെന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാനിത് ആഫ്റ്റർ മാർക്കറ്റ് ആണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ട്രേഡിന്റെ ഡീറ്റെയിൽസിലൂടെ ഞാൻ നിങ്ങൾക്ക് പോയി കാണിച്ചു തരാം. ഓക്കെ, നേരെ പൊസിഷനിൽ കാണാൻ പറ്റും, നിങ്ങളുടെ കാണാൻ പറ്റും പ്രോഫിറ്റ് 3600 രൂപയുണ്ട്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 150 ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബൈ ചെയ്ത് എവിടെ നിന്നാണ്? നിങ്ങളുടെ 95 കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 120 എക്സിറ്റ് ചെയ്താണ്. ഓക്കെ, ഇപ്പൊ പ്രൈസ് നിൽക്കുന്നത് 74 ആ ഒരു പ്രീമിയത്തിന്റെ പ്രൈസ് നിൽക്കുന്നത് നിങ്ങളുടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 78 പോയിന്റിലാണ്, അതായത് നിഫ്റ്റി. ഞാൻ മെയിനായിട്ടല്ല, ഞാൻ ഫുൾ ആയിട്ട് നിഫ്റ്റി 50 മാത്രമാണ് ട്രേഡ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻട്രാഡേ ആയിരുന്നു 150 ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഞാൻ എവിടെയാണ് എൻട്രി എടുത്തതെന്നും ഏതൊരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തതെന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മൾ നേരെ നിഫ്റ്റിന്റെ ചാർട്ടിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നിഫ്റ്റിന്റെ ചാർട്ടാണ്. ഇന്നത്തെ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഹാഫ് തന്നെ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഈ ഒരു സ്ട്രാറ്റജി ഈ ഒരു സമയത്ത് ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടില്ല. ഓക്കെ, ബൈ മിസ്റ്റേക്ക് ആയിരുന്നു, എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല ഈ ഒരു ടൈമിന്. ഓക്കെ, ഇത് ഫസ്റ്റ് എന്റെ ഒരു അവസരം മിസ്സായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ട്രേഡിംഗ് സെറ്റപ്പ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു പ്രീമിയം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 1:5 1:5 വരെ നമുക്ക് അതിന്റെ റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വൺ ഇസ് ടു ഫൈവ് വരെ അതിന്റെ റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രേഡില്. ഓക്കെ, പക്ഷെ നമ്മൾ ക്യാച്ച് ചെയ്തത് എത്രയാ? 1:2 ആയിരുന്നു ക്യാച്ച് ചെയ്തത്. ഓക്കെ, കാരണമൊന്നുമില്ല, ഞാൻ ഒരുപാട് നാളായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാനൊരു പ്രോഫിറ്റ് ഒരു ലോസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ബുക്ക് ചെയ്തു. അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ്. പക്ഷെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു മാർക്കറ്റ് നേരെ ഇറങ്ങി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഇവിടെ ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു വലിയ ലോസിലോട്ട് വന്നിട്ട് നമ്മുടെ SL ഹിറ്റായി അങ്ങനെ ഒരു അവസ്ഥയിലോട്ടും പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, 1:2 നമ്മൾ ഈ ഒരു ട്രേഡ് എക്സിറ്റ് ആയത്. ഞാൻ എടുത്ത പ്രീമിയത്തിന്റെ ചാർട്ടും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഞാൻ എടുത്ത പ്രീമിയത്തിന്റെ ചാർട്ട് ഓൾമോസ്റ്റ് ഞാൻ ബൈ ചെയ്ത് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ബൈ ചെയ്തത്. ഇവിടെ കാണാൻ പറ്റും 95 എന്നാണ് ബൈ ചെയ്ത്. 95 പോയതാണ് ഇത് 150. ഓക്കെ, 140 വരെയെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യായിരുന്നു, പക്ഷെ ഞാൻ അവിടെ ഹോൾഡ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 150 ഈ ഒരു റേഞ്ച് വരെ ഓൾമോസ്റ്റ് 60 പോയിന്റ് വരെ താഴോട്ടും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് എന്തായാലും നമ്മളെ സ്ട്രാറ്റജി വന്നിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു മനസ്സിന് ഒരു സമാധാനമുണ്ട്. ഇല്ല, നമ്മൾ സ്ട്രാറ്റജി വന്നിട്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല, അഥവാ ട്രേഡ് എടുത്തിട്ട് ലോസ് ആണ് കിട്ടിയതെങ്കിൽ നമുക്ക് കുറച്ചൊരു എന്താ പറയാ മൈൻഡ് സെറ്റ് ആവില്ല. പക്ഷെ ഇപ്പൊ എന്താണ് എന്റെ മൈൻഡിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത്രയും വലിയൊരു മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നൊരു പ്രശ്നമാണ് ഇപ്പൊ വന്നത്. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് നെക്സ്റ്റ് ടൈം അത് നമുക്ക് സെറ്റപ്പ് ആക്കാം. ഓക്കെ, അതായത് ഞാനിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്റെ ട്രേഡിങ്ങിന്റെ പ്ലാനൊക്കെ ഏത് സ്ട്രാറ്റജിയാണ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതൊക്കെ ഒരു പ്ലാൻ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, ട്രേഡിംഗ് പ്ലാൻ റെഡി ആക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആക്ച്വലി ഇവിടുന്ന് ഞാൻ ഇപ്പോൾ 95 എടുത്താൽ ഒരു 10 പോയിന്റ് കയറിയാൽ ഓക്കെ, ഞാൻ SL വീണ്ടും കയറ്റിട്ട് ഒരു 10 പോയിന്റ് കയറ്റിയ ഇപ്പൊ 120 SL 110 വെക്കുക. അങ്ങനെ SL റൺ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ പെട്ടെന്ന് തന്നെ വൺ ക്യാൻഡിൽ തന്നെ ഇത്രയും വലിയൊരു മൂവ് വരുമ്പോൾ എന്തായാലും റിവേഴ്സ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ആയത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ട്രേഡിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ പറ്റും 3600 രൂപയാണ് ഇന്നത്തെ എന്റെ പ്രോഫിറ്റ് ഒറ്റ ട്രേഡ് ചെയ്തിട്ട്. ഇതിന്റെ ഓക്കെ, ഇനിയിപ്പോ
നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി നമുക്ക് ഡേ ടൈം ഫ്രെയിമിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ബിയറിഷ് ആണ് അവസ്ഥ. ഓക്കെ, ഓൾറെഡി ഒരു ബിയറിഷ് സിഗ്നൽ ആണ് തരുന്നത് മാർക്കറ്റ്, ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യേണ്ട ഒരു ട്രേഡ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കരുത്. നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഇപ്പോഴത്തെ മാർക്കറ്റ്. കാരണം ഫോളോ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വലിയ വലിയ ക്യാൻഡിൽസ് വന്നിട്ട് ഫോളോ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോറി, നമ്മൾ നോക്കിയത് പ്രീമിയത്തിന്റെ ചാർട്ടാട്ടോ. നമുക്ക് നിഫ്റ്റിന്റെ ചാർട്ടിൽ 1 ഡേ ടൈം ഫ്രെയിമിന് ആണ് നോക്കേണ്ടത്. ഇവിടെ കാണാൻ പറ്റും ഓൾറെഡി ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. മാർക്കറ്റ് ഇപ്പൊ 2 ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു ഇവിടെ ഈ ഒരു സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ചുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കാം എന്തായാലും എന്താണ് മാർക്കറ്റ് സംഭവിക്കുന്നത്. മാർക്കറ്റ് എങ്ങനെയൊക്കെ മൂവ് ആയാലും നമ്മുടെ സ്ട്രാറ്റജി വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുക തന്നെ ചെയ്യണം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമ്മുടെ സ്ട്രാറ്റജി. പക്ഷെ 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്ട്രാറ്റജി ട്രേഡ് കിട്ടുകയും നല്ലൊരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ കാണാൻ പറ്റും ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് നല്ലൊരു ബിയറിഷ് തന്നെയാണ്. ഇനി ഇവിടുന്ന് കുറച്ച് എന്താ പറയാ അപ്പ് മൂവും ഡൗൺ മൂവും ഒക്കെ ഉണ്ടായിട്ടാണ് മാർക്കറ്റ് കയറി പോവുക. ഓക്കെ, ഇനി നമുക്ക് നേരെ 5 മിനിറ്റ് ചാർട്ടിലോട്ട് പോവാം. 5 മിനിറ്റിൽ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഒരു ട്രെൻഡ് ലൈനും ഇനി വരയ്ക്കുന്നുണ്ട്. ഒരു ട്രെൻഡ് ലൈനും വരച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ല. ഞാൻ ഇവിടെ ഇത്രയും ഞാൻ ഹോൾഡ് ചെയ്യാത്തത് കൊണ്ട് ഓക്കെ, ഇത്രയും ഞാൻ അതിന്റെ പ്രോഫിറ്റ് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു ട്രെൻഡ് ലൈനും യൂസ് ചെയ്യാറില്ല. കാരണം ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യും ഞാനൊരു പ്യൂർ ഈ ഒരു ഇൻഡിക്കേറ്റർ ബേസ് ആണ് ഞാൻ ട്രേഡ് ചെയ്യാറ്. കാരണം ഇതിന്റെ കൂടെ ട്രെൻഡ് ലൈൻ കൂടെ വരച്ചാൽ നമുക്ക് ഡബിൾ കൺഫ്യൂഷൻ ആവും. കാരണം നമ്മൾ ഇപ്പം ജസ്റ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി ഇവിടെ വന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കാണ്ടിരുന്നാൽ നമുക്ക് ഈ ഒരു മൂവ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നും വരയ്ക്കലില്ല എന്റെ ചാർട്ടിൽ. ജസ്റ്റ് ഈ ഒരു EMA കൊണ്ടാണ് ഞാൻ ട്രേഡ് ചെയ്യാറൊക്കെ. ഇനി അങ്ങോട്ടും EMA ബേസ്ഡ് ട്രേഡ് ആയിരിക്കും. EMA ബേസ്ഡ് ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു EMA ബേസ്ഡ് ട്രേഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരും പല രീതിയിലാണ് ഇരിക്കുക അല്ലെ. അപ്പോൾ ഈ ചിലവർ ഇതൊരു സപ്പോർട്ട് ആയിരിക്കും, ഇതൊരു റെസിസ്റ്റൻസ്, ഇത് ഓരോ ആൾക്കാരും ഓരോ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അപ്പം പല ആൾക്കാരും പല പല രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഡ്രോ ചെയ്യും. അപ്പം അതിനകത്ത് നമ്മൾ SL അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് SL അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇൻഡിക്കേറ്റർ ബേസ് ട്രേഡ് എടുക്കാനുള്ള കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളൊരു ഇൻഡിക്കേറ്റർ ബേസ് ഒരു ക്രോസ് ഓവറോ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം എത്തുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ചിന്തിക്കുന്നവർ ഒറ്റ മൈൻഡ് സെറ്റ് കൂടി ചിന്തിക്കും. അതെന്താ, മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ടാണ് പോകുന്നത്, ഇവിടുന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഒറ്റൊരു മൈൻഡ് സെറ്റ് കൂടി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവിടുന്ന് മാർക്കറ്റ് ഇത്രയും വലിയൊരു മൂവ് കിട്ടിയത്. ശരിയല്ലേ? അപ്പൊ കറക്റ്റ് നമുക്ക് ഇതിനകത്ത് എത്രയാണ് പ്രോഫിറ്റ്, 1:2 1:3 എത്രയാണ് 1:4 നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് അത് എടുത്തിട്ട് എക്സിറ്റ് ആകും. ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ അവസ്ഥ ഒരിക്കലും ഇത് ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് മേലോട്ടേ പോകുമെന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റേ അല്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, എന്റെ ഒരു പ്രോഫിറ്റ് എടുത്ത് ഞാൻ എക്സിറ്റ് ആകുകയാണ് പറയുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡിന്റെയും അത് ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, പക്ഷേ ഈ ഒരു ട്രേഡ് മാത്രം എനിക്ക് മിസ്സായി. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 1 o'clock നിങ്ങളുടെ കാണാൻ പറ്റും 12:30 ആ ഒരു റേഞ്ചാണ് ട്രേഡ് വന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി ട്രേഡിംഗ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.